140 കോടി ജനങ്ങളും ഒരേ സ്വരത്തിൽ തന്നെ രാജ്യത്തിനൊപ്പം നിന്നു. പക്ഷേ ഒരു വെടിനിർത്തൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. പിന്നീട് ഇതിൻ്റെയൊക്കെ ഒരു സ്വഭാവം മാറുന്ന തരത്തിലുള്ള വാക്കുകളാണ് വരുന്നത്. ഇതിൻ്റെ ഇനിയൊരു രാഷ്ട്രീയ വ്യാഖ്യാന രീതിയിലേക്കല്ലേ കാര്യങ്ങൾ മാറുന്നത്? ഇനിയിപ്പോൾ വിലയിരുത്തലുകൾ, അതുപോലെ വിമർശനങ്ങൾ, ആത്മപരിശോധന ഇതെല്ലാം നടക്കേണ്ട സമയമാണ്. മഴ പെയ്തൊഴിഞ്ഞു എന്ന മട്ടിലാണ്. മഴ തീർന്നാലും മരം പെയ്തുകൊണ്ടേയിരിക്കും. ഇതുകൊണ്ട് ഇനിയിപ്പോൾ എന്തുകൊണ്ട് സുരക്ഷാ വീഴ്ച മുൻകൂട്ടി കണ്ടുപിടിക്കാനായില്ല, ലഭിച്ച സുരക്ഷാ ഇൻപുട്ടുകൾ എന്തുകൊണ്ട് ഗൗരവത്തിലെടുത്തില്ല, ചോദ്യങ്ങൾ ഉയരും. സർക്കാരിൻ്റെ ചോദ്യങ്ങൾ സ്വാഭാവികമാണ്. 2, ഇന്ത്യ വിജയിച്ചു നിന്ന സമയത്ത് അഡ്വാൻറ്റേജിയസ് പൊസിഷനിൽ നിന്നപ്പോൾ എന്തിന് ഏകപക്ഷീയമായി, അല്ലെങ്കിൽ എന്തിന് പാകിസ്ഥാൻ സമ്മർദ്ദത്തെ തുടർന്ന് വെടിനിർത്തൽ തയ്യാറായി? പിന്നെ നമ്മൾ മൂന്നാം കക്ഷി നയതന്ത്രം അനുവദിക്കില്ല എന്നാണല്ലോ ഔപചാരിക നയം. അപ്പോൾ അമേരിക്ക ഇപ്പോൾ ക്ലെയിം ചെയ്യുന്നത് അമേരിക്ക ഈ സാഹചര്യങ്ങൾ ഒരുക്കി മധ്യസ്ഥത വഹിച്ചു എന്ന് ട്രംപ് പറയുന്നില്ല. എങ്കിൽ പോലും ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചർച്ച ചെയ്യാവുന്ന അന്തരീക്ഷത്തിലാക്കിയെടുത്തത് അമേരിക്കയാണെന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ബൈലാറ്ററലിസം, ഉഭയകക്ഷി പോളിസിക്ക് അതെതിരായി വരില്ലേ? അതെങ്ങനെയാണ് വിശദീകരിക്കുക? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. പിന്നെ ഇന്ത്യക്ക് നേരിട്ട ചെറിയ തോതിലെങ്കിലുമുള്ള നാശനഷ്ടങ്ങൾ, അതേക്കുറിച്ചുള്ള കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടായേക്കാം. പാകിസ്ഥാനിൽ നമ്മൾ നടത്തിയ പ്രഹരം, അതിൻ്റെ ഡീറ്റെയിൽസും ഇന്ത്യ പുറത്ത് വിട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഈ ക്ലാസിഫൈഡ് ഇൻഫർമേഷൻസായി മറച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളിൽ രാജ്യത്തിന് അറിയാനുള്ള അവകാശമുണ്ട്. നികുതിദായകൻ്റെ പണമാണ് യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ പോരാട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. വി ഹാവ് ദ റൈറ്റ് ടു നോ. ഈ രീതിയിൽ സമാധാനം വന്നു കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങളെല്ലാം മുൻകൂട്ടി തന്നെ കോൺഗ്രസ് ഒരു അബദ്ധം കാട്ടി. മുൻകൂട്ടി തന്നെ ചില ചോദ്യങ്ങൾ, അസുഖകരമായ ചില ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷേ ഇനി കൂടുതൽ ചോദ്യങ്ങളുണ്ടാകും. പ്രധാന ചോദ്യം, അന്ന് പഹൽഗാം ആക്രമണം ഏപ്രിൽ മാസം 22-ാം തീയതി നടത്തിയ 7 ഭീകരർ അവരെവിടെ? അവരുടെ പാക് ബന്ധം സ്ഥിരീകരിക്കാൻ നമുക്ക് തെളിവുകളുണ്ട് എന്ന് പറയുന്നു. ഇനി രാഷ്ട്രാന്തര സമൂഹത്തിന് മുമ്പിൽ നമ്മൾ തെളിവുകൾ കൊടുക്കാൻ തയ്യാറാണെങ്കിലും രാജ്യത്തെ ജനങ്ങളും അങ്ങനെയുള്ള തെളിവുകളിലേക്ക് കൂടുതൽ കൃത്യതയുള്ള, മിഴിവുള്ള, തെളിവുള്ള ചിത്രങ്ങളിലേക്ക് ഇന്ത്യയുടെ ജനം, പ്രത്യേകിച്ച് പ്രതിപക്ഷം, ആവശ്യങ്ങൾ ഉന്നയിക്കും. അതാണ് സമാധാനം വന്നു കഴിയുമ്പോൾ വളരെടുത്തവരെല്ലാം വെളിച്ചപ്പാടാകുന്ന ഒരു കാഴ്ച കാണാം. അങ്ങനെയുള്ള ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ രാജ്യം കടന്നു പോകുന്നത്. പക്ഷേ ഇതിപ്പോൾ ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും ദുർവ്യാഖ്യാനങ്ങളും ഒക്കെയാണ് ഇത് കൂടി വരുത്തേ ഉള്ളൂ. കാരണം വെടിനിർത്തൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ട്രംപാണ് ആദ്യം പ്രഖ്യാപിച്ചത് എന്നുള്ളതിനെ ചൊല്ലി 71-ലെ സാഹചര്യത്തിൽ എടുത്തിടുന്നുണ്ട്. പിന്നെ ആ സാഹചര്യമല്ല ഇപ്പോഴത്തേതെന്ന് തരൂർ വ്യക്തമാക്കുകയും ചെയ്തു. 71-ൽ 2 രാജ്യങ്ങളും ആണവശക്തികളായിരുന്നില്ല എന്നോർക്കണം. 2 രാജ്യങ്ങളും ഇന്ത്യയും പാകിസ്ഥാനും പോരാടിയിരുന്നത് വളരെ പരമ്പരാഗതമായ ക്രൂഡ് വെപ്പൺസ് ഉപയോഗിച്ചാണ്. റഷ്യൻ നിർമ്മിത വെപ്പൺസാണ് പ്രധാനമായും ഇന്ത്യ ഉപയോഗിച്ചിരുന്നത്. മിഗ് ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഇന്ന് ഇന്ത്യയുടെ വിമാനങ്ങളുടെ രീതി തന്നെ മാറി. റഫാൽ പുതിയതായി സേനയോടൊപ്പം ചേർത്ത വിമാനമാണ്, ഫ്രാൻസിൽ നിന്നും വാങ്ങിയതാണ്. ഇടയ്ക്ക് ജഗ്വാർ വന്നുവിട്ടതിൽ നിന്നും മിറാഷ് വിമാനങ്ങൾ ഇന്ത്യ നേടിയെടുത്തു. സുഖോയ് എന്ന പുതിയ വിമാനം, അതായത് റഷ്യ ഇന്ത്യ വെഞ്ചറാണ് സുഖോയ്. മിസൈലുകൾ പുതിയത് വരുന്നു. ബ്രഹ്മോസ് മിസൈൽ റീസെൻ്റ്ലി ചാർട്ടൺ ചെയ്തതാണ്. തദ്ദേശീയമായി ഇന്ത്യ ടാങ്കുകൾ വികസിപ്പിച്ചെടുത്തു. അർജുൻ ടാങ്ക്. തദ്ദേശീയമായി ഇന്ത്യ മിസൈൽ പ്രതിരോധ സംവിധാനം, ആകാശ് ഉൾപ്പെടെ വികസിപ്പിച്ചു. തദ്ദേശീയമായി ഇന്ത്യ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തു. അപ്പോൾ ഇന്ത്യയുടെ പുതിയ ന്യൂ ലുക്ക് വെപ്പൺ സിസ്റ്റം, അതിൻ്റെ പ്രഹരശേഷി 71-ന് ശേഷം ആദ്യമായിട്ടാണ് യഥാർത്ഥ ബാറ്റിൽ ഫീൽഡിൽ പരിശോധിക്കപ്പെടുന്നത്, പരീക്ഷിക്കപ്പെടുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യക്കതൊരു അവസരമായിരുന്നു. ഈ വീണ് കിട്ടിയ ഒരു അവസരം ഇന്ത്യ സാമാന്യം നന്നായി പ്രയോജനപ്പെടുത്തി എന്ന് വേണമെങ്കിൽ കരുതാം. അതുകൊണ്ട് എന്താണ് ഇതിൻ്റെ ടേക്ക് അവേ എന്നാണ് പ്രതിപക്ഷം ചോദിക്കാനുള്ളതെങ്കിൽ ഗവൺമെൻറ് വ്യക്തമായി പറയാം. ഇന്ത്യക്ക് നയം വ്യക്തമാക്കി. അതായത് an act of terror is an act of war. അതുകൊണ്ട് ഇനിയാണെങ്കിലും ഭീകരാക്രമണം വന്നാൽ തിരിച്ചടി പ്രതീക്ഷിക്കാം. 0 tolerance to terror. മുൻ കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ട് കഴിഞ്ഞ ഏതാനും വർഷമായി, കൃത്യമായി പറഞ്ഞാൽ ഈ ഉറി ആക്രമണത്തിന് ശേഷം നമ്മൾ തിരിച്ചടി നടത്തിയതുപോലെ അതിനുശേഷം നിരന്തരമായി നടന്ന ഏത് മേജർ ആക്രമണത്തിനും പാകിസ്ഥാൻ്റെ മണ്ണിൽ കടന്നു കയറി ഭീകരതാവളങ്ങൾ ആക്രമിച്ചു എന്നത് ഒരു ട്രാക്ക് റെക്കോർഡാണ്. ഇനിയും സംഭവിക്കും. ഓപ്പറേഷൻ സിന്ദൂർ വൺ ടൈം അഫെയർ അല്ല, തുടരാൻ സാധ്യതയുണ്ട്. ആ രീതിയിലുള്ള ഡയറക്റ്റീവാണ്. അതുപോലെ സിന്ധു നദീ ജല കരാർ അതിപ്പോഴും മരവിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. വെടിനിർത്തൽ കരാർ കൊണ്ട് മാത്രം അത് പുനരുജ്ജീവിപ്പിക്കുന്നില്ലല്ലോ.
അതുകൊണ്ട് ഫർദർ നെഗോസിയേഷനിൽ തീർച്ചയായും ഈ വിഷയങ്ങളെല്ലാം വരും. കൂടുതൽ ചർച്ചകൾക്കുള്ള വഴി, ഉഭയകക്ഷി ചർച്ചകൾ, പാകിസ്ഥാൻ ഹാസ് ടു കം ടു ദി നെഗോഷിയേറ്റിംഗ് ടേബിൾ ടു സ്ട്രൈക്ക് എ ഡീൽ വിത്ത് ഇന്ത്യ. അത് പാകിസ്ഥാൻ്റെ ആവശ്യമായി മാറിയിരിക്കുന്നു, ഇന്ത്യയുടെ ആവശ്യമല്ല, പാകിസ്ഥാൻ്റെ ആവശ്യം. അങ്ങനെയെങ്കിൽ ഇന്ത്യ ഒരു കാര്യം മുന്നോട്ട് വെക്കും: സ്റ്റോപ്പ് ടെറർ ഫണ്ടിങ്, സ്റ്റോപ്പ് ടെറർ സപ്പോർട്ട്. പാകിസ്ഥാൻ സൈന്യം ഇനി തീവ്രവാദികളെ സഹായിക്കാനാണ് ഭാവമെങ്കിൽ വിധം മാറും, കളി ഞങ്ങൾ പഠിപ്പിക്കും. ആ രീതിയിലാണ്. അതുകൊണ്ട് തീർച്ചയായും ഇന്ത്യയുടെ ഒരു പിന്മാറ്റം എന്ന് പറയുമ്പോഴും ഒരു പൊസിഷൻ ഓഫ് സ്ട്രെങ്തിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യ പിന്മാറിയിരിക്കുന്നത്, വെടിനിർത്തലിന് എഗ്രി ചെയ്തിരിക്കുന്നത് എന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അപ്പോൾ ഈ ഇന്ത്യയുടെ തിരിച്ചടി ഇക്കാര്യത്തിനകത്ത് ഒരു തൃപ്തി കൈവന്നിട്ടുണ്ടോ ശരിക്കും? ഇന്ത്യയുടെ തിരിച്ചടി വളരെ കെയർഫുൾ ആയിട്ടാണ്, ആ വാക്കുകളിൽ കെയർഫുള്ളി വേർഡഡ് റെസ്പോൺസ്. നോക്കൂ, ആരാണ് ഈ റെസ്പോൺസ് പറയുന്നത്? പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്ത് വലിയ പ്രസ്താവനകളൊന്നും നടന്നിട്ടില്ല, ഒടുക്കൻ മട്ടിൽ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ എംഫാറ്റിക്കാണ്, കാര്യം വ്യക്തമായി. പക്ഷേ നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര, അദ്ദേഹത്തിന് ഇരുപുറവുമായി വ്യോമിക സിംഗ്, അത് വിങ് കമാൻഡറാണ്, വനിതയാണ്. മറുവശത്തെ സോഫിയ ഖുറൈഷി, സ്ത്രീയാണ്, മുസ്ലിം വനിതയാണ്. അപ്പം വ്യോമസേന ഉദ്യോഗസ്ഥയും കരസേന ഉദ്യോഗസ്ഥയും ചേർന്ന് രാജ്യത്തെ 4 ദിവസം അടുപ്പിച്ച്, ഒന്നാം ദിവസം അവർ ജനറൽ പർപ്പസ് യൂണിഫോമിലായിരുന്നു, പിറ്റേ ദിവസം മുതൽ ബാറ്റിൽ ഗിയറിലാണ് വരുന്നത്. നമ്പർ 1 ഒബ്സർവേഷൻ. നമ്പർ 2, ലേഡീസ് സിന്ദൂരം മാഞ്ഞു, സ്ത്രീകളുടെ സിന്ദൂരം മാഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ സ്ത്രീകൾ അതിന് മറുപടി ചോദിക്കും, അതിന് പരിഹാരമുണ്ടാക്കും. സ്ത്രീകളാണ് ലോകത്തോടായി പറയുന്നത്. 2, 3 ഇന്ത്യൻ വനിതകൾക്ക് ജാതി മത ഭേദമന്യേ ഉന്നത സൈനിക ഉദ്യോഗസ്ഥ ലെവലിലേക്ക് വരാൻ കഴിയും. അതിൻ്റെ ഒരു റീഅഫർമേഷനാണ്. അവരെ തന്നെ ഇന്ത്യ മുന്നിൽ നിർത്തുന്നു. അതൊക്കെ വലിയ സിംബോളിക് വാല്യൂസ് അല്ലേ? അവർ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. അവർ വലിയ അവകാശവാദങ്ങളൊന്നും ഉന്നയിച്ചില്ല. എത്രത്തോളം ഡിഫെൻസീവായിരുന്നു ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം, പ്രത്യേകിച്ച് വ്യോമ പ്രതിരോധ സംവിധാനം, അതേക്കുറിച്ച് വളരെ ആധികാരികമായി അവർ റിപ്പോർട്ടുകൾ നൽകി രാജ്യത്തിന് മുമ്പേ. പക്ഷേ ഇന്ത്യയുടെ ഒഫൻസീവ് കേപ്പബിലിറ്റിയെക്കുറിച്ച് സൂചന നൽകിയതേ ഉള്ളൂ. ഡിഫെൻസീവ് പ്രിപ്പയർഡ്നെസ് ആൻഡ് കേപ്പബിലിറ്റി ഇൻ ഡിസ്പ്ലേ അത് വ്യക്തമായി പറഞ്ഞു. പക്ഷേ പാകിസ്ഥാനിലുണ്ടായ നാശനഷ്ടങ്ങൾ, പാകിസ്ഥാൻ്റെ വിമാനങ്ങൾ, റിപ്പോർട്ടുകൾ അനുസരിച്ച് 3 വിമാനങ്ങൾ ഒരു ദിവസം, 2 ചൈനീസ് നിർമ്മിത JF-17 വിമാനവും 1 അമേരിക്കൻ F-16ഉം ആദ്യ ദിവസം, പിന്നീട് 2 F-16 വിമാനങ്ങൾ. അത് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കരുത് എന്ന് അമേരിക്ക പറഞ്ഞ് നൽകിയ, നിഷ്കർഷിച്ച് പാകിസ്ഥാൻ നൽകിയ വിമാനങ്ങളാണ്. താഴെ പോയതായി മാധ്യമ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു, അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും അത് വന്നു. പക്ഷേ ഇന്ത്യയുടെ ഔപചാരിക സംവിധാനം അതേക്കുറിച്ച് സ്ഥിരീകരണം നൽകിയില്ല. ഒരുപക്ഷെ സംഭവിച്ചു കാണാം. പക്ഷേ ഇതെല്ലാം ക്ലെയിം ചെയ്ത് നമ്മളൊരു എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ ഇതല്ല, അതും ഞമ്മളാണ് എന്ന് പറയുന്ന ട്രംപ് എവിടെ നിൽക്കുന്നു? ഇന്ത്യയുടെ ഒരു പ്രൊഫഷണൽ സൈനിക എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇവിടെ നിൽക്കുന്നു. തുള്ളം ചെയ്യാനുള്ള സാഹചര്യമാണ്. പാകിസ്ഥാൻ നിരന്തരമായി മിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ, ഇന്ത്യയാണെങ്കിൽ വളരെ സെലക്റ്റീവ് ഡിസ്പ്ലേ ഓഫ് ഇൻഫർമേഷൻ, അറിയേണ്ടത് അറിയിച്ചു. എന്നാൽ പല കാര്യങ്ങളും ഈ ലോക അഭിപ്രായം ഇന്ത്യക്കെതിരെ തിരിയാതിരിക്കാനുള്ള എല്ലാ പ്രിക്കോഷൻസും ഇന്ത്യ നടത്തി. നയതന്ത്ര തലത്തിൽ വിടുവ പറയാതിരിക്കാൻ ശ്രമിച്ചു. ഇങ്ങനെ വിടുവ പറഞ്ഞ് ജനങ്ങളുടെ കയ്യടി നേടേണ്ട ഗതികേടിലല്ല ഇന്ത്യൻ മിലിറ്ററി. ഇന്ത്യൻ മിലിറ്ററിക്ക് ഒരു ഫ്രീ ഹാൻഡ് ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നു. പ്രൊഫഷണലാണ്. ഡിസിഷൻ ഇസ് പൊളിറ്റിക്കൽ. ദ ഡിസിഷൻ ടു ഡിഫെൻഡ്, ഡിസിഷൻ ടു ഗോ ഫോർ കൗണ്ടർ ഒഫൻസീവ് ഈസ് പൊളിറ്റിക്കൽ. അത് ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യമന്ത്രി ജയശങ്കറും എല്ലാം ചേരുന്ന ക്രാക്ക് ടീം, അജിത് ഡോവൽ എന്ന വിദേശ തന്ത്രജ്ഞൻ, അദ്ദേഹമാണല്ലോ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, ഇവരെല്ലാം തന്നെ നിരന്തര കൂടിക്കാഴ്ചകൾ, ആർമി, നേവി, എയർഫോഴ്സ് തലവന്മാരെ കോൺഫിഡൻസിൽ എടുത്തുകൊണ്ട്, ജോയിൻറ്റ് തലവനെ ഉൾപ്പെടെ കോൺഫിഡൻസിൽ എടുത്തുകൊണ്ടാണ് പോയത്. നിരന്തരമായ കൂടിക്കാഴ്ചകൾ, ഉദ്യോഗസ്ഥ തലത്തിലും സൈനിക തലത്തിലുമുള്ള കൂടിക്കാഴ്ചകൾ. ഇത്രയെല്ലാം ഒരു പ്രൊഫഷണലായ ഒരു സംവിധാനം, പഴുതുകൾ അടച്ചുള്ള സംവിധാനമാണ്. അവിടെ വലിയ ജിങ്കോയിസത്തിന് സ്ഥാനമില്ല. അവിടെ പ്രഹരശേഷിയാണ് നമ്മൾ കാട്ടി, വില്ലിങ്നെസ് കാട്ടി, എബിലിറ്റി കാട്ടി, ഡിസ്പ്ലേ ചെയ്തു. കൂടുതൽ എന്താ വേണ്ടത്? അപ്പോൾ അതിനി ഓടി നടന്ന് ന്യായീകരിക്കുക എന്ന് പറയുന്നത് ഒരുതരം ദൗർബല്യമല്ലേ? ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തു ചെയ്യാനുള്ള ചെയ്താൽ പോരെ. അത് പറഞ്ഞ് വലിയ തോതിൽ അത് പറഞ്ഞു നടക്കേണ്ട കാര്യമില്ലല്ലോ. ആ നയമാണ് സത്യത്തിൽ ഒരുപക്ഷെ ഗവൺമെൻറ്റിന് ഇപ്പോൾ സമ്മർദ്ദം ഉണ്ടാക്കുന്നത്. ജനം ആഗ്രഹിക്കുന്നു, പോസിറ്റീവായിട്ടാണ്, ജനം ആഗ്രഹിക്കുന്നു, വലിയ തിരിച്ചടി ആഗ്രഹിക്കുന്നു. തിരിച്ചടി നൽകി. പക്ഷേ അതേക്കുറിച്ച് വലിയ വായിലെ സംസാരങ്ങൾ ഒഴിവാക്കാൻ ഗവൺമെൻറ് പ്രത്യേക ശ്രദ്ധ ചെലുത്തി. കാരണം ഈ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല. ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടം അവസാനിക്കുന്നില്ല. അതിൻ്റെ തുടക്കം മാത്രമേ ആകുന്നുള്ളൂ. ഇത് തുടരും. ഓപ്പറേഷൻ സിന്ദൂർ തുടരും.
അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ വലിയ ക്ലെയിംസിലേക്ക് ഇന്ത്യ പോകാതിരുന്നത്, അതുകൊണ്ടായിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.